ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചനവുമായി ഈ ദിവസവും കൂടി നിങ്ങളുടെ മധ്യത്തിൽ വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന സാവകാശത്തിനായി സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം 2 തിമോഥെയോസ് 2-ാം അധ്യായം 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നാം അവിശ്വസ്തരായിരുന്നാൽ ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ലല്ലോ. ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. വിശ്വസ്തനായ ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുവാൻ കൃപ ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. എൻ്റെ പ്രിയരെ, ലോകത്ത് മനുഷ്യർ എല്ലാവരും അവിശ്വസ്തരാണ്. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ കരുതുന്ന എല്ലാവരും അവിശ്വസ്തരാണ്. വിശ്വസ്തനായി ഈ ഭൂമിയിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവൻ വിശ്വസ്തനായ ദൈവം എന്ന് നാം പറയുന്നത്. വാക്കുമാറാത്ത, നമ്മെ വിട്ടുമാറാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ അവൻ്റെ പേര് നസ്രയനായ യേശു എന്നാകുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ ദിവസത്തിങ്കൽ ദൈവാത്മാവിൽ പറയാം: നിങ്ങൾക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല. മറ്റൊരാശ്രയവും സത്യസന്ധമല്ല. എന്നാൽ വിശ്വസ്തനായ ദൈവത്തെ ആരാധിക്കുവാൻ, വിശ്വസ്തനായ ദൈവത്തെ സേവിക്കുവാൻ കൃപ ലഭിച്ച ഞാനും നിങ്ങളും നമ്മുടെ വിശ്വാസയാത്രയിൽ തെറ്റിപ്പോകയില്ല, തളർന്നു പോകയില്ല, ക്ഷീണിച്ചു പോകയില്ല. കാരണം ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളിൽ അബ്രഹാമിനോട് ദൈവം വിശ്വസ്തനായിരുന്നു. മോശയോട് ദൈവം കൽപ്പിച്ച ആ വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനായിരുന്നു. ദാവീദിനോട് ദൈവം കൽപ്പിച്ച വാക്കുകളിൽ ദൈവം വിശ്വസ്തനായിരുന്നു. ഏലിയാവിനോടും എലീഷായോടും എന്നു വേണ്ട പഴയ നിയമ പ്രവാചകന്മാരോടെല്ലാം ദൈവം വിശ്വസ്തനായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു കർത്താവ് ആമേൻ വിളിച്ചു പറഞ്ഞ വാക്കിങ്ങനെയാണ്: ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഞാൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയും ഇല്ല, ഞാൻ എല്ലാ നാളും നിൻ്റെ കൂടെയുണ്ട്. ആമേൻ. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഈ ദിവസത്തിങ്കിൽ ഈ ദൂതുമായി നിൽക്കുമ്പോൾ വിശ്വസ്തനായൊരു ദൈവം ഉണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവൻ്റെ വിശ്വസ്തത ഓരോ ദിവസവും അനുഭവിച്ചറിഞ്ഞവരാണ് ഞാനും നിങ്ങളും. രോഗക്കിടക്കയിൽ, അപകടങ്ങളിൽ, ഒറ്റപ്പെടലുകളിൽ, നിന്ദകളിൽ, പരിഹാസങ്ങളിൽ, വേദനകളിൽ, സാമ്പത്തിക പ്രതിസന്ധികളിൽ എല്ലാം ദൈവം നമുക്ക് വിശ്വസ്തനായിരുന്നു. കർത്താവ് പറഞ്ഞു: നിത്യരാജ്യത്ത് നിന്നെ എത്തിക്കുവോളും ഞാൻ വിശ്വസ്തനായിരിക്കും. കാരണം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ. ആമേൻ. ഞാൻ പോയി നിങ്ങൾക്ക് ഭവനമൊരുക്കി ഞാൻ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ വീണ്ടും വരും. അതെ, വീണ്ടും വരുമെന്ന് പറഞ്ഞവൻ്റെ വിശ്വസ്തയോടെ കാത്തിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. 1-2 ഉദാഹരണങ്ങളിലൂടെ ആ ഭാഗം ഒന്ന് വ്യക്തമാക്കി ഞാൻ തരാം. നോക്കുക. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനായി മോശയെ ദൈവം ഉപയോഗിക്കുന്നു. മിസ്രൈമിലെ സകല അധികാരത്തിൽ നിന്നും തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ ദൈവപുരുഷനായ മോശയെ ദൈവം അയക്കുമ്പോൾ മോശയോടൊരു വാക്ക് ദൈവം പറഞ്ഞു: എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും. നീ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരും. ഞാൻ പറയുന്നത് പോലെ നീ പറഞ്ഞാൽ മതി. അതെ, വിക്കുള്ളവനും തടിച്ച നാവുള്ളവനും സംസാരിക്കാൻ പ്രാഗൽഭ്യമില്ലാത്തവനുമായിരുന്ന മോശയെക്കോട് കൂടിയിരുന്ന ആമേൻ ആ 600,000 വലിയൊരു കൂട്ടത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുവാൻ മോശയോടുകൂടെ ദൈവം വിശ്വസ്തനായിരുന്നു. ചെങ്കടലിൻ്റെ മുമ്പിൽ, മരുഭൂമിയിൽ എന്നുവേണ്ട അവർ വാഗ്ദത്ത ദേശത്തെത്തുവോളം ദൈവം അവരുടെ യാത്രയിൽ വിശ്വസ്തനായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തവും അതിൻ്റെ വിശ്വസ്തതയുടെ പൂർണ്ണമാണ്. എന്താ? ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽത്തരയിലെ മണൽത്തരികളെപ്പോലെയും ഞാൻ നിനക്ക് മക്കളെ തരും. അതെ, ഇന്നും ജനിക്കുന്ന മക്കൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന നിലയിൽ അറിയപ്പെടുന്നു. അതെ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ മാറുകയില്ല. അവൻ നമ്മെ കൈവിടുകയും ഇല്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു നിൽക്കുകയാണോ? അതെ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വല്ലാത്ത അസ്വസ്ഥ രൂപം കൊള്ളുന്നുണ്ടോ? നിങ്ങളുടെ തലമുറകൾ ദൈവത്തെ അറിയാതെ ഭാരപ്പെടുകയാണോ?
സ്തോത്രം. രോഗങ്ങൾ നിങ്ങളെ മൂടുന്നുണ്ടോ? കടഭാരത്താൽ, വേദനയാൽ നിങ്ങൾ ആകുലപ്പെടുന്നുണ്ടോ? നിരാശപ്പെട്ടു പോകരുത്. ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മെ തേടി വരും. വിളിച്ചു പറയുക, വിശ്വസ്തനായ ദൈവത്തെ അത്രേ ഞാൻ ആരാധിക്കുന്നത്, വിശ്വസ്തനായ ദൈവത്തെ അത്രേ ഞാൻ സ്നേഹിക്കുന്നത്. അവൻ്റെ വിശ്വസ്തതയും അവൻ്റെ സ്നേഹവും അവൻ്റെ കരുതലും എന്നെ തേടി വരും. എന്നെ നടത്തിയ ദൈവത്തിനായി സ്തോത്രം, എന്നെ കരുതിയ ദൈവത്തിനായി സ്തോത്രം എന്ന് പറയുവാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ തളർന്നു പോകാം, ക്ഷീണിച്ചു പോകാം. നമ്മൾ പ്രിയം വെച്ചവരെല്ലാം നമ്മെ വിട്ടുമാറും, നമ്മൾ സ്നേഹിച്ചവരെല്ലാം നമ്മെ കൈവിട്ടു പോകും. എന്നാൽ കൈവിടാത്തവനായ ഒരു ദൈവമുണ്ടെന്ന് ആമേൻ നാം വിശ്വസിക്കുക. കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒന്നും അവൻ മറക്കുകയില്ല. അവൻ്റെ വാഗ്ദത്തങ്ങളിൽ അവനിൽ ഉവ്വ് എന്ന് മാത്രമാണ്. ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ, ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അവൻ അവിശ്വസ്തനായി, അവൻ വാക്കു പറഞ്ഞില്ല, പാലിച്ചില്ല എന്നുള്ള തോന്നലുകൾ നമുക്കുണ്ടാകാം. എന്നാൽ അല്പം വൈകിയാലും അല്പം ക്ഷീണിച്ചു പോയാലും നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയും. ഈ ദൈവം വിശ്വസ്തനാണ്. ഈ ദൈവം വാക്കുമാറാത്തവനാണ്. നമ്മൾ ആരല്ല? നമ്മൾ വിശ്വസ്തരല്ല, അവിശ്വസ്തരാണ്. വിശ്വാസ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, മറ്റെല്ലാം നാം അവിശ്വസ്തരാണ്. എന്നാൽ വിശ്വസ്തനായി ഒരുവൻ നമുക്കുണ്ട്. അവൻ്റെ പേര് നാസറേനായ യേശു ക്രിസ്തു എന്നാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ ഏതെങ്കിലും വെല്ലുവിളിക്കകത്ത്, തലയൂരാൻ കഴിയാതെ പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ടിട്ടുണ്ടോ? ആമേ, ഭയപ്പെടണ്ട. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, അവൻ നിങ്ങൾക്ക് മറുപടി തരും. അവൻ നിങ്ങൾക്ക് ആശ്വാസം തരും. നിങ്ങളൊരു ഞെരുക്കത്തിൻ്റെ നടുവിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, അവൻ നിങ്ങൾക്ക് ആശ്വാസം തരും. അവൻ നമുക്ക് മറുപടി തരും. ദൈവകരത്തിൻ്റെ അടയാളം നിങ്ങൾക്ക് അത്ഭുതകരമായി തിരിച്ചറിയാൻ കഴിയത്തക്ക വിധത്തിൽ അവൻ്റെ വിശ്വസ്തത ഇന്ന് പകലിലും വലുതായിരിക്കുന്നതുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ക്ഷീണിച്ചു പോകരുത്, അതുകൊണ്ട് തകർന്നു പോകരുത്. വിശ്വാസത്തോടെ പിടിച്ചു നിൽക്ക്. ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. കർത്താവും ശിഷ്യന്മാരും ഒട്ടനവധി പ്രാവശ്യം പ്രതിസന്ധികളിൽ അകപ്പെട്ടതായി പുതിയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ അവിടെയെല്ലാം കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ശാസിക്കുന്നു ഉണ്ട് എങ്കിലും അവരെ എത്തിക്കാമെന്ന് പറഞ്ഞ ആ തീരത്ത്, അവർക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞ കരുതലിൽ എല്ലാം ദൈവം വിശ്വസ്തനായിരുന്നു. മരുഭൂമിയിൽ 5000 പേര് അവൻ്റെ പ്രഭാഷണം കേൾക്കാൻ കൂടിയിരിക്കുമ്പോൾ ശിഷ്യന്മാർ പറയുന്നു, നേരം വൈകി, ഇത് സ്ഥലം മരുഭൂമിയാണ്. എന്നാൽ വിളിച്ചു വരുത്തിയവൻ അറിയാം, വഴിയാത്രയിൽ തളർന്നു പോകാതെ മുന്നോട്ട് പോകുവാൻ ആവശ്യമായ ആരോഗ്യം വരുത്തുവാൻ വിളിച്ചു വരുത്തിയവൻ അറിയാം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നിന്നെ വഴിയിൽ ഇട്ടേച്ചു പോവില്ല. അവൻ നിന്നെ വഴിയിൽ ഉപേക്ഷിക്കുകയും ഇല്ല. അവൻ വാഗ്ദത്തം ചെയ്തവനാണ്. അവൻ വിശ്വസ്തനാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. അവൻ നിങ്ങൾക്ക് വേണ്ടി വലിയ പ്രവൃത്തി ചെയ്യും. സ്തോത്രം. 5000 പുരുഷന്മാർ തിന്ന് ശേഷിപ്പിച്ച് തൃപ്തിയായി, എല്ലാവരും തൃപ്തിയാകത്തക്ക വിധത്തിൽ ദൈവം ഒരത്ഭുതം ചെയ്തിട്ടുണ്ട് എങ്കിൽ നിരാശപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. മരുഭൂമിയാണെന്ന് നമുക്ക് തോന്നിയേക്കാം, ഇവിടെ വിജനമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഒരു കരുതലിനായി, കാവലിനായി ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അവൻ്റെ വിശ്വസ്തത യേശുവിൻ്റെ നാമത്തിൽ വലുതാകയാൽ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒക്കെ ഭാരങ്ങളുടെ നടുവിൽ, ഏതെങ്കിലും വേദനകളുടെ നടുവിൽ നിങ്ങൾ നിരാശയോടെ ഇരിക്കുന്നു ഉണ്ട് എങ്കിൽ ആമേ, ഈ വചനത്തിൻ്റെ കേൾവിയാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ വിടുതൽ പ്രാപിക്കാൻ പോകുകയാണ്. രോഗക്കിടക്കയിലാണോ? സൗഖ്യത്തിൻ്റെ കരം ദൈവം നീട്ടും. അയ്യോ കർത്താവേ, നീ വിശ്വസ്തനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നും പ്രതികൂലത്തിലാണല്ലോ. അതെ, നേരം വൈകി എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അതിമഹത്തരമായ ഒരു ഉത്തരം തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഉത്തരം നൽകും. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഈ വചനത്തോട് ചേർന്ന് ആമേൻ പറയും? അതെ, നാം അവിശ്വസ്തരാ. നമ്മൾ കൊടുക്കലിൽ, വാങ്ങലിൽ, വിചാരങ്ങളിൽ, ചിന്തകളിൽ, ആത്മീയ വിഷയത്തിലെല്ലാം അവിശ്വസ്തരാ. പക്ഷേ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ഞാൻ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തോടും ഓരോ വ്യക്തിയോടും നിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശ്വസ്തത നിൻ്റെ മക്കൾക്ക് വേണ്ടി
വെളിപ്പെട്ടു വരാൻ പോകുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. നിൻ്റെ മഹത്വവും നിൻ്റെ ശക്തിയും നിൻ്റെ മക്കളോടുകൂടെ വ്യാപരിക്കുമാറാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചവരായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. ഓരോ മക്കളെയും അനുഗ്രഹിക്കണം, ഓരോ ഭവനങ്ങളെയും അനുഗ്രഹിക്കണം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വചനങ്ങളെ ഷെയർ ചെയ്യുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.